ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലകനായതിനു ശേഷം ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് പുരോഗതി കൈവരിച്ച ഒരുപാട് താരങ്ങളുണ്ട്. അതിലൊരു താരമാണ് വിനീഷ്യസ് ജൂനിയർ. ആഞ്ചലോട്ടിക്ക് കീഴിൽ 3 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആഞ്ചലോട്ടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ താരങ്ങളിൽ ഒരാൾ അത് കാസമിറോയാണ്. ആഞ്ചലോട്ടി വന്നതോടുകൂടി കാസമിറോയുടെ തലവര തന്നെ മാറുകയായിരുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് സ്ഥിര സാന്നിധ്യമായി മാറി എന്നുള്ളത് മാത്രമല്ല, മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടി വന്നതിന് ശേഷം ബ്രസീലിയൻ ടീമിനകത്ത് ഏറ്റവും കൂടുതൽ കൃത്യതയാർന്ന പാസുകൾ നൽകിയ താരം അത് കാസമിറോയാണ്. 501 പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യതയുള്ള ലോങ് പാസുകൾ ഏറ്റവും കൂടുതൽ നൽകിയ താരം കാസമിറോയാണ്. 34 ലോങ് പാസുകൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡുവലുകൾ വോൺ ചെയ്ത താരം കാസമിറോയാണ്. 59 ഡുവലുകൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ വോൺ ചെയ്ത താരം കാസമിറോയാണ്. 26 ടാക്കിളുകൾ. ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷനുകൾ കാസമിറോയാണ്. 10 ഇന്റർസെപ്ഷനുകൾ. ഏറ്റവും കൂടുതൽ ഡിഫൻസീവ് ആക്ഷനുകൾ കാസമിറോയാണ്. 62 ഡിഫൻസീവ് ആക്ഷനുകൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബോളുകൾ റിക്കവർ ചെയ്ത താരം കാസമിറോയാണ്. 56 ബോളുകൾ റിക്കവർ ചെയ്തു. ഗോൾ പങ്കാളിത്തത്തിൽ 3-ാം സ്ഥാനത്ത് കാസമിറോയാണ്. 4 ഗോളുകളിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞു. അതായത് ആഞ്ചലോട്ടി വന്നതോടുകൂടി വിശ്വരൂപം പൂണ്ട ഒരു കാസമിറോയെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡിഫൻസിലും ഒഫൻസിലും നല്ല രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നു. എല്ലാ നിലക്കും ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നല്ല പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നു. ഇപ്പോൾ ബ്രസീലിന്റെ നെടും തൂണുകളിൽ ഒന്ന് അത് കാസമിറോയാണ്. ആ രൂപത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെടുത്തതിന്റെ ക്രെഡിറ്റ് അത് കാർലോ ആഞ്ചലോട്ടിക്ക് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.